ചേട്ടാ, തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിനിടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു. ശ്രീനാരായണ ഗുരുവിനെ സനാതന ധർമ്മത്തിൻ്റെതാക്കി മാത്രം മാറ്റരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ പുതുവർഷ പുലരിയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാകാൻ എന്തെങ്കിലും കാരണമുണ്ടോ ഏട്ടാ? അല്ല, അദ്ദേഹത്തിൻ്റെ മനമാറ്റമെന്ന് നമ്മളിപ്പോൾ അദ്ദേഹത്തിനെ ഒരുപാട് വിമർശിക്കുന്നവരാണ്. പക്ഷേ ഞാൻ പിണറായി വിജയൻ പറഞ്ഞ ആ ആദർശങ്ങളോട് യോജിക്കുന്ന ഒരാളാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളടങ്ങുന്ന ഈ തലമുറയ്ക്ക് ഇന്ന് കാണുന്ന എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ സഹോദരിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, ഇപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന പ്രജിത എന്ന ഈ പെൺകുട്ടിക്ക് ഒക്കെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ ഒരു വേള ഇന്നത്തെ ജാതി സമവാക്യങ്ങൾക്കെതിരെ പോരാടിയ ഒരു വ്യക്തി തന്നെയാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ സനാതന മൂല്യങ്ങളുടെ മാത്രം പ്രോക്താവായി കാണരുത് എന്ന് പിണറായി വിജയൻ പറഞ്ഞതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം ഒരു വിപ്ലവകാരി ആണോ എന്ന് ചോദിച്ചാൽ ഒരല്പം വിപ്ലവകാരി ആയിരുന്നു. പിന്നെ പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട് ആ വാക്ക്, ആ പ്രയോഗം തെറ്റെന്നും ഞാൻ പറയില്ല. ഇല്ല, പിണറായി പറഞ്ഞത് കൊണ്ട് അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പിണറായി പറയുന്നതിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കാൻ, രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഡിസംബറിൽ ഇങ്ങനെ ശിവഗിരി തീർത്ഥാടനം ഉണ്ടാകാറുണ്ട്. ഈ പറയുന്ന ഇവർ തന്നെ, അതായത് ഇപ്പോൾ SNDP-ക്കാർ തന്നെ അവർ ജാതി ഒക്കെ നോക്കിയാണ് ആ സമ്മേളന വേദിയിൽ. പിണറായി വിജയൻ ഒരു ഈഴവ കമ്മ്യൂണിറ്റിക്കാരനാണ്, തീയനാണ്. 2 ജോയി ഒരു ഈഴവ കമ്മ്യൂണിറ്റിക്കാരനാണ്. SNDP എന്ന് പറയുന്ന സമുദായം അങ്ങനെയൊക്കെ കാണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗുരുദേവൻ എന്ന് പറയുന്നത് ഒരു ജാതിയുടെയും ഒരു മതത്തിൻ്റെയും മാത്രം പൊതു സ്വത്തല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് വിവരമുള്ളവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അല്ല, ശ്രീനാരായണ ഗുരു ഒരു മതത്തിന്റെ, ഒരു വിഭാഗത്തിന്റെ പൊതു സ്വത്ത് അല്ല എന്ന് ചേട്ടൻ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുഴുവൻ CPM-ൽ നിന്ന്, CPM-ന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈഴവ വോട്ട് ബാങ്ക് ആയിരുന്നു. ഈ ഈഴവ വോട്ട് ബാങ്ക് വളരെ ഭീകരമായിട്ടുള്ള രീതിയിൽ തന്നെ ചോർന്നു പോയിട്ടുണ്ട്. അത് മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് തന്നെ വേണം ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും അവിടെ പോകുമ്പോൾ ശിവഗിരിയിലായതുകൊണ്ട് തന്നെ, അതായത് ഈ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയുള്ളൂ. അതായത് അവിടെ ചെന്ന ഒരു നെഗറ്റീവ് പരാമർശം ഒരിക്കലും നടത്താൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ CPM ഈ ഒരു ചടങ്ങിലൂടെ ഇത് പറയുമ്പോൾ അത് മുന്നോട്ട് വയ്ക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എന്ന് തന്നെയാണ് എൻ്റെ. ആണ് പ്രതിഭ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നു. ഒരിക്കലും ഇല്ലാത്ത ഒരു ഹിന്ദുമത സ്നേഹം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളത് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വശം. എങ്കിലും ഇതിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരുവിനെ ഒരു ഈ പറയുന്ന സനാതന ധർമ്മത്തിന്റെ മാത്രം വക്താവായി കാണരുതെന്നും അതിന്റെ പ്രയോക്താവായി കാണരുതെന്നും അതിന്റെ ചില്ലുകൂട്ടിൽ അദ്ദേഹത്തിനെ പ്രതിഷ്ഠിക്കരുതെന്നും പറഞ്ഞതിൽ, അങ്ങനെ ആക്കരുത് എന്ന് പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഈ പറയുന്ന ഹിന്ദു BJP, അദ്ദേഹം എന്നിട്ടും സവർണ മേധാവിത്വത്തിനെ കുറിച്ചേ പറഞ്ഞോളൂ, അല്ലാതെ BJP RSS സംഘപരിവാർ എന്നൊരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ചേട്ടാ, അത് മൂടി പുതച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവ് ആയതുകൊണ്ട് തന്നെ ഒന്നും കാണാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തുമെന്ന് വിശ്വസിക്കാൻ എനിക്ക്. പ്രജിത പറഞ്ഞ ഒരു പോയിന്റിൽ ഒന്നുകൊണ്ട് എനിക്ക് തിരിച്ചു പറയാനുള്ളത്, പ്രജിത പറഞ്ഞ നേരത്തെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കള്ള നമ്പറാണ് ഇതെന്ന് പറഞ്ഞില്ലേ. കാര്യം അവർക്ക് മനസ്സിലായി. ഇപ്പൊ എൻ്റെ കുടുംബത്തിൽ തന്നെ, ഞാൻ ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് പറയുന്നില്ല എന്നാൽ തന്നെയും എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു എൻ്റയർ വോട്ട് BJP-ക്ക് പോയിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ പോയിട്ടുണ്ട്. എന്ന് വെച്ചാല്, അതായത് ഇതിനു മുമ്പും എന്റെ കുടുംബത്തിലെ ഒരു കാര്യം പറയുമ്പോ തന്നെ ഞാൻ അത് തുറന്നു പറയാം. എന്റെ കുടുംബത്തിലെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന എന്റെ കുടുംബത്തിലെ ഒരു വിഭാഗം, ഒരു കുറച്ചു പേർ, അവർ പോയതിന് പിന്നിൽ, അത് എത്രയോ വർഷം മുമ്പ് ഇതുപോലെ തന്നെ ആ സംഭവം എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ശ്രീനാരായണ ഗുരുവിനെ വിമർശിച്ചിട്ട് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടി ശ്രീനാരായണ ഗുരുവിനെ വിമർശിച്ചിരുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ വരെ വിമർശിച്ചിരുന്നു. അപ്പോൾ അവർ ചോദിച്ചത്, എന്തുകൊണ്ട് ഞങ്ങളെ, അല്ലെങ്കിൽ ഈ വിഭാഗത്തെ, ഹിന്ദു മതവിഭാഗത്തെ മാത്രം ഇവർ ആക്രമിക്കുന്നു, മറ്റു വിഭാഗത്തോടെ എന്തിന് ചേർന്ന് നിൽക്കുന്നു?
തൊട്ട് കഴിഞ്ഞാൽ ചേട്ടാ എല്ലാത്തിലും തൊടാനുള്ള ചങ്കുറപ്പ് വേണം. അതിനെയാണ് ഇരട്ടച്ചങ്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വിഭാഗത്തിന്റെ മാത്രം വിശ്വാസത്തിലും ആചാരങ്ങളിലും ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ അവർ ആരാധിക്കുന്ന, അവർ ബഹുമാനിക്കുന്ന മതാചാര്യന്മാരെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ വരികയും പിന്നീട് അതിനെ തിരിച്ചു പറയുകയും ചെയ്യുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമായിട്ടാണ്. അതില് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു തിരിച്ചറിവ് വൈകിയെങ്കിലും CPM-നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഉണ്ടായതിൽ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് ശരിക്കും ചിരി വരുന്നുണ്ടെങ്കിലും വൈകിയെങ്കിലും അവർ ഭൂരിപക്ഷത്തെ ബഹുമാനിക്കാൻ പഠിച്ചു. രണ്ട്, ഇതിൽ അതായത് ഇത്തരം വിമർശനങ്ങളിലൂടെ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ പല ഭാഗങ്ങളായി ചിതറിക്കിടന്നിരുന്ന ഹിന്ദു വിഭാഗത്തിന് ഒരു ഐക്യം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യമുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത ഒരു ഉപകാരം, അതല്ലെങ്കിൽ CPM ചെയ്ത ഒരു ഉപകാരം എന്ന് പറയുന്നത് ഒരുമിപ്പിക്കാൻ എന്നുള്ളതാണ്. കാര്യം വെച്ചാല് ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിക്ക് 50% കൂടുതൽ വോട്ട് ഉണ്ടെന്നാ പറയുന്നത്. 50%-ലധികം ആള് ഈ കേരളത്തിൽ ഉണ്ടെന്നാ പറയുന്നത്. പ്രജിത, അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തന്നെ നമുക്ക് വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. അതായത് അദ്ദേഹം പറഞ്ഞത് സനാതന മൂല്യങ്ങളുടെ മാത്രം വക്താവായിട്ട് പ്രയോക്താവായിട്ട് അദ്ദേഹത്തെ കാണരുത്, അദ്ദേഹത്തിനെ ഒരു ചില്ലുകൂട്ടിൽ അദ്ദേഹത്തിനെ അടയ്ക്കരുത് എന്ന് പറയുമ്പോൾ ഇതിൽ ചരിത്രപരമായിട്ട് ശ്രീനാരായണ ഗുരു ചെയ്ത ഒരുപാട് നന്മകളുണ്ട്. അതായത് ഈ തൃപ്പൂണിത്തുറ തന്നെ ഒരു ക്ഷേത്രത്തിൽ ഒരു നായർ യുവതി, നമ്മൾ ഈഴവ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോഴാണ്, ഒരു നായർ യുവതി മറച്ചുകൊണ്ട് അമ്പലത്തിൽ തൊഴാമെന്ന അവരുടെ ആ മറച്ചിരുന്ന ആ വസ്ത്രം ഊരിച്ചിട്ടാണ് അവരെ ആ അമ്പലത്തിൽ തൊഴാൻ കയറ്റിയത് എന്നുള്ള ചരിത്രപരമായ കാര്യങ്ങൾ വരെ ഈ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. അതായത് ഗുരു ഈ ഇത്തരത്തിൽ നടന്നിരുന്ന ആചാരങ്ങളെ മാറ്റിയെടുത്ത ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ, ഇപ്പോൾ കേരളത്തിൽ ചിലപ്പോൾ അതില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകുന്തോറും പലതരം ആചാരങ്ങൾക്കും പലതരം അനുഷ്ഠാനങ്ങൾക്കും ഈ ഹിന്ദുമതം വളരെ ഒരു ആചാരങ്ങൾക്ക് വേണ്ടി പലതും നമ്മൾ അടിയറ വയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ കേരളം മാത്രം കണ്ടുകൊണ്ടല്ല ഈ സംസാരിക്കുന്നത്, ഇന്ത്യയിൽ അങ്ങനെയാണ്. കാര്യം അത് നമുക്ക് ഇന്ത്യക്ക് പുറത്തല്ല, നമ്മൾ കേരളത്തിന് പുറത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റുള്ളൂ. അതായത് ഇതിൽ വി മുരളീധരൻ സംസാരിക്കുന്നത് കേരളത്തിന് വേണ്ടിയുള്ളവർക്ക് വേണ്ടിയല്ല, കേരളത്തിലെ ഹിന്ദു സമുദായത്തിൽ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന BJP എന്ന പാർട്ടിയിൽ അദ്ദേഹം ആരുടെയൊക്കെ വക്താവാണോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ തിരിച്ച് BJP രാഷ്ട്രീയം പറയുന്നത്. പക്ഷേ അംബേദ്കർ പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പറയുന്ന ഗുരു ലോകത്തിന് ചെയ്ത ആ നന്മകളെ അംബേദ്കറെ പോലെ വലിയ മനുഷ്യർ അതിനെ അംഗീകരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ഒരു ഗുരുദേവ് ശ്രീനാരായണ ഗുരു പറഞ്ഞിരുന്നു, അദ്ദേഹം ഒരു ജാതിയിലും ഒരു മതത്തിലും പെട്ടവനല്ല, ഞാനൊരു മനുഷ്യനാണ് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുവിനെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാൻ ശ്രമിക്കുകയാണോ? അങ്ങനെ ഒരു തോന്നലാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും വീഴുന്നവരല്ല ഇവിടുത്തെ ഹിന്ദു സമൂഹം. ശ്രീനാരായണ ഗുരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പിണറായി വിജയൻ പറഞ്ഞാലൊന്നും ഞങ്ങൾക്ക് ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഗുരു പറഞ്ഞിരുന്ന ഒരുപാട് മൂല്യങ്ങൾക്ക് ഈ കാലയളവിലും വളരെ വിലയുണ്ട്, പ്രസക്തിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഗുരു ഇന്നും പ്രസക്തനാകുന്നത്. പക്ഷേ പ്രജിത പറഞ്ഞതുപോലെ വൈകിയെങ്കിലും ഹിന്ദു കമ്മ്യൂണിറ്റി, ഇപ്പോൾ നായർ യുവതിയെ വരെ തൃപ്പൂണിത്തുറ ഒരു അമ്പലത്തിലെ ബ്ലൗസ് ഊരി മാറ്റി വെച്ച് കയറിയാൽ മതി എന്ന് പറഞ്ഞ്, അതായത് മറയ്ക്കാൻ നമ്മുടെ അമ്മ, നമ്മുടെ പെങ്ങൾ, നമ്മുടെ ഭാര്യ, നമുക്ക് വേണ്ടപ്പെട്ടവരെ മറച്ചുകൊണ്ട് കടന്നു പോകാൻ സമ്മതിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ കാലമുണ്ടായിരുന്നു. പക്ഷേ അത് കേരളത്തിലില്ല. ഇന്നത്തെ ഒരു ബ്രാഹ്മണൻ ഒരു അമ്പലത്തിലെ നേർച്ചച്ചോറ് ഭഗവാന് വെക്കുന്ന ആ ആഹാരം നിവേദ്യം കൊണ്ട് ജീവിക്കുന്ന എത്രയോ ബ്രാഹ്മണ സുഹൃത്തുക്കളുണ്ട്. ജോലിയുടെ മെരിറ്റ് പട്ടിക വരുമ്പോൾ മറ്റു ജാതിക്കാർക്കെല്ലാം ജോലി കിട്ടുന്നു, അവർക്ക് ജോലി കിട്ടുന്നില്ല. കേരളത്തിലെ ബ്രാഹ്മണ സമൂഹം ഒരിക്കലും അങ്ങനെയല്ല എന്ന് തന്നെ അടിയുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഇപ്പം ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ ജോലി ചെയ്യുന്ന ഞങ്ങളെപ്പോലത്തെവരും സമൂഹത്തിൽ അങ്ങനെ മാറി വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്നവർ ഒരിക്കലും ഇനിയൊരു പഴയ ഒരു ഇതിലേക്ക് നമ്മൾ പോകണമെന്നോ പോകരുതെന്നോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും പിണറായി വിജയൻ വൈകിയെങ്കിലും ഇതിനൊക്കെ ഒരുപാട് മൂല്യമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞു. അദ്ദേഹത്തിന് വൈകി വന്ന ബുദ്ധിയാണ് എന്ന് കരുതി അദ്ദേഹം പറഞ്ഞതായതുകൊണ്ട് അതിന് വിമർശനത്തിലായാലും ഈ ഒരു കാര്യം ഒളിഞ്ഞും തെളിഞ്ഞും സമൂഹം ചർച്ച ചെയ്യുന്നല്ലോ എന്ന് നമുക്ക് കരുതാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ഇല്ല, എന്തായാലും അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ ഉള്ളത്, ലക്ഷ്യം വോട്ടായാലും അല്ലേലും ശ്രീനാരായണ ഗുരുവിനെ കമ്മ്യൂണിസ്റ്റുകാരനാക്കാനെന്ന് അദ്ദേഹത്തെ ചുവപ്പ് പട്ടുപിടിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരിക്കലും ഇല്ല. പിന്നെ ഇതിനെ എതിർത്ത് പറഞ്ഞവരൊക്കെ എന്ത് രാഷ്ട്രീയമാണ് പറയുന്നതല്ലേ. പക്ഷേ
ഇദ്ദേഹം പറഞ്ഞാലും ഇല്ലെങ്കിലും ശ്രീനാരായണ ഗുരു ഒരു മഹത് കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഒരു ജാതിയിലും മതത്തിലും നവോത്ഥാന നായകൻ തന്നെയാണ്. ഒരു കണ്ണാടിയാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. അല്ലാതെ അല്ലെ, നിങ്ങൾ നിങ്ങളുടെ ബിംബത്തെ നോക്കൂ, അവിടെയാണ് പിന്നെ തത്വമസി ഉള്ളത് എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ആക്കാൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം.